ഹായ് എവറി വൺ. നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഡാറ്റ സ്ട്രക്ചറിനെ കുറിച്ചാണ്. ഡാറ്റ സ്ട്രക്ചർ. A data structure is a collection of different form and different type of data that has a set of specific operation that can be performed. It is a collection of data types. ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കളക്ഷൻ ഓഫ് ഡാറ്റ ടൈപ്സ് ദാറ്റ് പെർഫോം ഓൺ എ സ്പെസിഫിക് ഓപ്പറേഷൻ. ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഓപ്പറേഷനിൽ ഉള്ള ഡാറ്റ ടൈപ്സിൻ്റെ ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സിൻ്റെ ഒരു കളക്ഷനെ പറയുന്ന പേരാണ് ഡാറ്റ സ്ട്രക്ചർ. ഇനി ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ഈ ഡാറ്റ സ്ട്രക്ചറിൻ്റെ സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ് എക്സെട്ര. The data structure performs some special operations only like insertion, deletion and traversal. നേരത്തെ പറഞ്ഞിട്ടുള്ള സ്പെഷ്യൽ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ഇൻസേർഷൻ, ഡിലീഷൻ ആൻഡ് ട്രാവേഴ്സൽ ആണ്. ഇത് എന്താണ് ഈ ഡാറ്റ സ്ട്രക്ചറിൽ പെർഫോം ചെയ്യാൻ പറ്റും. For example, you have to store for many employees where each employee has his name, employee ID and a mobile number. അതായത് ഒരു എംപ്ലോയിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്യുകയാണെങ്കിൽ അതിൽ നമുക്ക് സ്പെഷ്യലായിട്ട് ഓരോ എംപ്ലോയിൻ്റെ ഓരോ ഡീറ്റെയിൽസ് വെച്ച് എൻ്റർ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ. ഇനി നമുക്ക് കാറ്റഗറീസ് ഓഫ് ഡാറ്റ സ്ട്രക്ചർ നോക്കാം. ഡാറ്റ സ്ട്രക്ചർ ഈസ് ഡിവൈഡഡ് ഇൻ ടു പെർമിറ്റീവ് ഡാറ്റ സ്ട്രക്ചർ ആൻഡ് നോൺ പെർമിറ്റീവ് ഡാറ്റ സ്ട്രക്ചർ. Then the non-permittive data structure is divided into two linear data structure and non-linear data structures. അപ്പോൾ നമുക്ക് പെർമിറ്റീവ് ഡാറ്റ സ്ട്രക്ചർ എന്താണെന്നും നോൺ പെർമിറ്റീവ് ഡാറ്റ സ്ട്രക്ചർ എന്താണെന്നും നോക്കാം. പെർമിറ്റീവ് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ഡാറ്റ സ്ട്രക്ചർ ദാറ്റ് സ്റ്റോർ ദ ഡാറ്റ ഓഫ് ഓൺലി വൺ ടൈപ്പ്. അതായത് ഒരു ടൈപ്പ് ഡാറ്റ മാത്രം സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചർ. ഇതിൻ്റെ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഇൻറ്റീജർ, ക്യാരക്ടർ, ഫ്ലോട്ട് ഇതൊക്കെ ഇതിൻ്റെ എക്സാമ്പിൾസാണ്. ഇനി നോൺ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. നോൺ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചർ ഈസ് എ ടൈപ്പ് ഓഫ് ഡാറ്റ സ്ട്രക്ചർ ദാറ്റ് ക്യാൻ ബി സ്റ്റോർ ദ ഡാറ്റ മോർ ദാൻ വൺ ടൈപ്പ്. അതായത് ഒന്നിൽ കൂടുതൽ ടൈപ്പ് ഡാറ്റ ടൈപ്സ് സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് നോൺ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചർ. ഇനി ഇതിൻ്റെ എക്സാമ്പിൾസ് എന്താണെന്ന് വെച്ചാൽ അറേ, സ്റ്റാക്ക്, ട്രീ എക്സെട്ര ആണ്. ഇനി ഈ നോൺ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചർ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ആൻഡ് നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ. ഇനി ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. A linear data structure processing of data items is possible near that it is one by one sequentially. അതായത് ഈ ലീനിയർ ഡാറ്റ സ്ട്രക്ചറിൽ വൺ ബൈ വൺ ആയിട്ടാണ് ഇതിൽ സ്റ്റോർ ചെയ്യുന്നത്. ഒരു ലീനിയർ ഫാഷൻ അറേഞ്ചിങ്ങിലാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നു. ദ ഡാറ്റ സ്ട്രക്ചർ ഇൻവോൾവ്സ് അറേഞ്ചിങ് ദ എലമെൻറ്റ് ഇൻ ലീനിയർ ഫാഷൻ. ഇതിൻ്റെ എക്സാമ്പിൾസ് എന്താണെന്ന് വെച്ചാൽ സ്റ്റാക്ക്, ക്യൂ, ലിസ്റ്റ് ഒക്കെ ഇതിൻ്റെ എക്സാമ്പിൾസാണ്. ഇനി നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. ഇൻ നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ പ്രോസസ്സിംഗ് ഓഫ് ഡാറ്റ ഐറ്റംസ് ഈസ് നോട്ട് ഇൻ ലീനിയർ ഫാഷൻ. അതായത് ലീനിയർ ഫാഷനിലല്ല ഈ നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചറിൽ ഡാറ്റ ഐറ്റംസ് പ്രോസസ്സ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നു. ദിസ് ഡാറ്റ സ്ട്രക്ചർ ഇൻവോൾവ്സ് റെപ്രസെൻറ്റ് ദ എലമെൻറ്റ്സ് ഇൻ ഹയറാർക്കിക്കൽ ഓർഡർ. അതായത് ഒരു ഹയറാർക്കിക്കൽ ഓർഡറിലാണ് ഇതിൻ്റെ എലമെൻറ്റ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അതാണ് നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ. ഇതിൻ്റെ എക്സാമ്പിൾസാണ് ട്രീയും ഗ്രാഫും. ഇനി ദ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ഈസ് ഡിവൈഡഡ് ഇൻ ടു 4. ലീനിയർ ഡാറ്റ സ്ട്രക്ചർ 4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് അറേ, രണ്ടാമത്തേത് സ്റ്റാക്ക്, മൂന്നാമത്തേത് ക്യൂസ്, നാലാമത്തേത് ലിങ്ക്ഡ് ലിസ്റ്റ്. ഇതുപോലെ തന്നെ നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചേഴ്സ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് 2 എണ്ണമായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റത്തേത് ട്രീ, സെക്കൻഡ് വൺ ഈസ് ഗ്രാഫ്. ഇനി നമുക്ക് ലീനിയർ ഡാറ്റ സ്ട്രക്ചറിലെ ഫസ്റ്റ് വൺ ആയിട്ടുള്ള അറേ എന്താണെന്ന് നോക്കാം. ആൻഡ് അറേ ഈസ് എ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ. അറേ ഒരു ലീനിയർ ഡാറ്റ സ്ട്രക്ചറാണ് വിച്ച് ഈസ് എ ഫൈനൈറ്റ് കളക്ഷൻ ഓഫ് ഡാറ്റ ഐറ്റം സ്റ്റോർഡ് ഇൻ സക്സസീവ് ഓർ കോൺസിക്യൂട്ടീവ് മെമ്മറി ലൊക്കേഷൻ. ഒരു സക്സസീവോ ഒരു കോൺസിക്യൂട്ടീവ് മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യുന്ന ഫൈനൈറ്റ് കളക്ഷൻ ഓഫ് ഡാറ്റനെ പറയുന്ന പേരാണ് അറേ. For example, a array may contain all integer or character elements but not both. അതായത്
നമുക്ക് ഇൻറ്റീജറോ ക്യാരക്ടറോ എലമെൻറ്റ്സ് ഒക്കെ നമുക്ക് ഇതിൽ കണ്ടെയ്ൻ ചെയ്യാം. പക്ഷേ അത് രണ്ടും ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല എന്നേ ഉള്ളൂ. ഇനി ലിങ്ക്ഡ് ലിസ്റ്റ്, അടുത്ത് സെക്കൻഡ് വൺ ഈസ് ലിങ്ക്ഡ് ലിസ്റ്റ്. എ ലിങ്ക്ഡ് ലിസ്റ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ് നോൺ ആസ് എ നോട്ട്സ് വേർ നോട്ട് കൺസിസ്റ്റ് ഓഫ് ടു പാർട്സ്. അതായത് ലിങ്ക്ഡ് ലിസ്റ്റ് പറയുന്നത് ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഒരു ഒബ്ജക്റ്റിൻ്റെ കളക്ഷൻസിന് പറയുന്ന പേരാണ് ലിങ്ക്ഡ് ലിസ്റ്റ്. അതെന്താണ്, ഒബ്ജക്ട്സ് എന്താണ്, ഇറ്റ്സ് നോൺ ആസ് ദ നോട്ട്സ്. അതിൻ്റെ നോട്ട്സ് എന്നാണ് അറിയപ്പെടുന്നത്. ആ നോട്ട്സിന് രണ്ട് പാർട്സാണ് ഉള്ളത്. ദ ലിങ്ക്ഡ് ലിസ്റ്റ് എലമെൻറ്റ്സ് ക്യാൻ ബി സ്റ്റോർഡ് എനിവേർ ഇൻ ദ മെമ്മറി ഓർ റാൻഡംലി സ്റ്റോർ. അതായത് ഈ ലിങ്ക്ഡ് ലിസ്റ്റ് എലമെൻറ്റ്സ് നമുക്ക് മെമ്മറിയിൽ എവിടെ വേണമെങ്കിലും സ്റ്റോർ ചെയ്യാൻ കഴിയും. The linked list work with dynamic memory. Here, dynamic memory means that the memory size can be changed at the runtime according to our requirement. അതായത് നമുക്ക് വേണ്ട സമയത്ത് എപ്പോൾ വേണമെങ്കിലും അതിൻ്റെ മെമ്മറീൻ്റെ സൈസ് ചേഞ്ച് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇതിന് ഡൈനാമിക് മെമ്മറി ആയിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് ഈ ലിങ്ക്ഡ് ലിസ്റ്റ് അറിയപ്പെടുന്നത്. A linked list is a ordered collection of homogeneous data elements are called nodes. ഇതൊരു ഹോമോജീനിയസ് കളക്ഷൻ ഓഫ് ഡാറ്റ ആണ്. ഇതിനെ പറയുന്നത് ഹോമോജീനിയസ് കളക്ഷൻ ഓഫ് ഡാറ്റാസ് ആണ്. ഇനി മൂന്നാമത്തേതാണ് സ്റ്റാക്സ്. സ്റ്റാക്ക് ഈസ് എ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ. ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് എലമെൻറ്റ് ഇൻ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഓർഡർ. അതായത് ലിഫോ, അവസാനം വരുന്ന എലമെൻറ്റിനെ ഫസ്റ്റ് ഔട്ടാക്കുന്ന ഓർഡർ കളക്ഷൻ ഓഫ് എലമെൻറ്റ്സിനെ പറയുന്ന പേരാണ് സ്റ്റാക്സ്. അതായത് ഈ ലിഫോ ഓർഡറിലാണ് ഈ ഒരു സ്റ്റാക്ക് വർക്ക് ചെയ്യുന്നത്. അത് അവസാനം വരുന്ന നമ്മളൊരു എന്താ പറയുക, ഫസ്റ്റ് ഒരു എലമെൻറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അവസാനം വരുന്ന എലമെൻറ്റിനെയാണ് ഫസ്റ്റ് നമ്മൾ ഔട്ട് ചെയ്യുന്നത്. സ്റ്റാക്ക് ഈസ് എ ഓർഡർ കളക്ഷൻ ഓഫ് ഹോമോജീനിയസ് ഡാറ്റ എലമെൻറ്റ്സ്. അതായത് ഇതും ഒരു ഹോമോജീനിയസ് കളക്ഷൻ ഓഫ് ഓർഡർ ഓഫ് കളക്ഷൻസ് ആണ്. വെൻ ദ ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ ഓപ്പറേഷൻസ് ആർ ടേക്ക് പ്ലേസ് അറ്റ് വൺ ആൻഡ് ഓൺലി. അതായത് ഇതിൻ്റെ ഇൻസേർഷനും ഡിലീഷനും നടക്കുന്നത് ഒരു എൻഡിലാണ്. The insertion and deletion in stack is specially termed as push and the pop. അതായത് ഈ ഇൻസേർഷനും ഡിലീഷനും സ്റ്റാക്കിലെ ഇൻസേർഷനും ഡിലീഷനും സ്പെഷ്യലി ആയിട്ട് നമ്മൾ ടേം ചെയ്യുന്നത് എന്താ വെച്ചാൽ പുഷും പോപ്പായിട്ടാണ്. പുഷ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻസേർഷൻ, വി ക്യാൻ ആഡ് എൻ എലമെൻറ്റ്, ഒരു എലമെൻറ്റ് ആഡ് ചെയ്യുന്നതിനാണ് പുഷ് എന്ന് പറയുന്നത്. പോപ്പ് എന്ന് പറയുന്നത് ഒരു എലമെൻറ്റിനെ സ്റ്റാക്കിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നതിന്. ഇനി ആപ്ലിക്കേഷൻ ഓഫ് സ്റ്റാക്സ് നോക്കാം. ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്താ വെച്ചാൽ സ്റ്റാക്ക് ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് ബിറ്റ്വീൻ ദീസ് നൊട്ടേഷൻസ്. ഇനി രണ്ടാമത്തത് ഇവാലുവേഷൻ ഓഫ് എക്സ്പ്രഷൻസ്. മൂന്നാമത്തത് റിക്രൂഷൻ. നാലാമത്തത് യൂസ്ഡ് ഇൻ ക്വിക്ക് സോർട്ട്. ഇത് ക്വിക്ക് സോർട്ടിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി റിവേഴ്സിങ് എ സ്ട്രിങ്. ഇനി നമ്മൾ നാലാമത്തെ നോക്കാൻ പോകുന്നത് ക്യൂസ് ആണ്. Queues is a linear data structure. The only difference between stack and queue is in the case of stack, the insertion and deletion take place at one end, but in queue, insertion, deletion and operations are take place at two ends called rear and front. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സ്റ്റാക്കിൽ വൺ എൻഡിലാണ്, ഒരു എൻഡിൽ മാത്രമേ ഇൻസേർഷൻ ഡിലീഷനും നടക്കുന്നു. പക്ഷേ ക്യൂവിൽ എന്താണെന്ന് വെച്ചാൽ ബാക്കിയൊക്കെ ഒരുപോലെ ആണെങ്കിലും ക്യൂവിൽ ഡിലീഷനും ഇൻസേർഷനും നടക്കുന്നത് രണ്ടും രണ്ട് എൻഡിലാണ്. ഈ ഇൻസേർഷൻ നടക്കുന്ന എൻഡിൽ പറയുന്ന പേരാണ് റിയർ ആൻഡ് ദ ഡിലീഷൻ ടേക്ക് പ്ലേസ് ഇൻ ദ എൻഡ് ഈസ് കോൾഡ് ആസ് ഫ്രണ്ട്. ക്യൂ ഫോളോസ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ്. ദ ഡാറ്റ സ്റ്റോർഡ് ഐറ്റം സ്റ്റോർഡ് ഫസ്റ്റ് വിൽ ബി ആക്സസ്ഡ് ഫസ്റ്റ്. അതായത് നമ്മൾ ഫസ്റ്റ് ആഡ് ചെയ്യുന്ന എലമെൻറ്റ് തന്നെയായിരിക്കും ഫസ്റ്റ് ഔട്ടാവുന്നത്. ഔട്ടാക്കണമെങ്കിൽ ഔട്ടാക്കാൻ പറ്റുന്നത് അതിനെയാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിൾ എന്താ വെച്ചാൽ ഒരു റിയൽ വേൾഡ് എക്സാമ്പിൾ എന്താ വെച്ചാൽ ഒരു വൺ വേ റോഡിൽ വണ്ടി പോകുന്നത്, ഫസ്റ്റ് വരുന്ന വണ്ടിയല്ലേ ഫസ്റ്റ് തന്നെ ഔട്ടാവുന്നത്, പുറത്തേക്ക് പോകുന്നത്. ഇതിപ്പോൾ ട്രാഫിക്കിൽ കുടുങ്ങുകയാണെങ്കിൽ ഫസ്റ്റ് നിൽക്കുന്ന വണ്ടി ആയിരിക്കും പുറത്തേക്ക് പോകും. അപ്പോൾ ഇതിനെയാണ് ക്യൂ എന്ന് പറയുന്നത്. ഇനി നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വണ് ട്രീ ആണ്. ട്രീ ഈസ് എ നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ഇൻ വിച്ച് എലമെൻറ്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ മൾട്ടിപ്പിൾ ലെവൽ. അതായത് ഈ ട്രീയിലെ ഒരു നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചറാണ് ഈ ട്രീ. അപ്പോൾ ഇതിലെ എലമെൻറ്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് മൾട്ടിപ്പിൾ ലെവലിലായിട്ടാണ്.
A tree can be empty with no nodes, or a tree is a structure consisting of one node is called the root and zero one or more subtree. അതായത് ഒരു ട്രീയിൽ ക്യാൻ ബി ഒരു നോഡും ഇല്ലെങ്കിൽ അല്ലെങ്കിൽ നോഡും ഇല്ല നോട്ട്സിൽ ഇല്ല പിന്നെ പക്ഷേ ഓർ എ ട്രീ ഈസ് എ സ്ട്രക്ചർ കണ്ടെയ്നിങ് ഓഫ് വൺ നോഡ്, അതായത് ഒരു നോഡുള്ള ട്രീ ആണെങ്കിൽ അതിനെ പറയുന്നതാണ് റൂട്ട് ആൻഡ് സീറോ അല്ലെങ്കിൽ വൺ ഓർ മോർ സബ് ട്രീ. അതിൻ്റെ എക്സാമ്പിൾ എന്താ വെച്ചാൽ ഫയൽ സിസ്റ്റമാണ്. ഇനി രണ്ടാമത്തത് നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചറിലുള്ളതാണ് ഗ്രാഫ്. എ ഗ്രാഫ് ഈസ് ഓൾസോ എ നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ. ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് എഡ്ജസ് ആൻഡ് നോട്ട്സ്. ഈ ഗ്രാഫ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് എഡ്ജസിൻ്റെയും നോട്ട്സിൻ്റെ ഒരു കളക്ഷൻ പറയുന്ന പേരാണ്, കളക്ഷൻ ആയിട്ടുള്ളതാണ് ഗ്രാഫ്. The nodes are sometimes also referred to as vertices that connect any two nodes in the graph. ഗ്രാഫിലെ ടു നോട്ട്സിനെ കണക്ട് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് വെർട്ടിസസ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്താ വെച്ചാൽ എ സിംഗിൾ യൂസർ ഇൻ ഫേസ്ബുക്ക് ക്യാൻ ബി റെപ്രസെൻറ്റ് ആസ് എ നോഡ്. ഒരു ഫേസ്ബുക്കിൽ ഒരു സിംഗിൾ യൂസർ റെപ്രസെൻറ്റ് സിംഗിൾ യൂസറിനാണ് ഒരു എക്സാമ്പിളായിട്ട് ഇതിനുള്ളത്. അപ്പോൾ ഇത്രയാണ് നമുക്കിവിടെ നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതാണ് ഡാറ്റ സ്ട്രക്ചർ. താങ്ക് യു.